നമസ്കാരം. രാജ്യമെങ്ങും പ്രചരണത്തിന്റെ ചൂടിലാണ്, തെരഞ്ഞെടുപ്പിന്റെ ചൂടാണ്. ഇതോടൊപ്പം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗം ഉയർത്തിവിടുന്ന വിവാദ കോലാഹലങ്ങളുടെ ചൂടും ഉയരുന്നത്. രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം ഇന്ന് രാജ്യമെങ്ങും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗത്തിന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് ആദ്യം തന്നെ കാണാം. जीवन के सपनों से जुड़ा हुआ है तो मुझसे छीनने की बात कर रहे हो अपने मैनिफेस्टो में। गोल ले लेंगे, सबको वितरित कर देंगे। और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है। इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे। घुसपैठियों को बांटेंगे। क्या आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा? आपको मंजूर है ये कांग्रेस का मैनिफेस्टो कह रहा है कि वो माताओं बहनों का सोने का हिसाब करेंगे, उसकी जड़ती करेंगे, जानकारी लेंगे और फिर उस संपत्ति को बांट देंगे। और उनको बांटेंगे जिनको मनमोहन सिंह जी की सरकार ने कहा था कि संपत्ति पर पहला अधिकार मुसलमानों का है। भाइयों बहनों, ये अर्बन नक्सल की सोच, मेरी माताओं बहनों, ये आपका मंगलसूत्र भी बचने नहीं देंगे, यहां तक जाएंगे मैं कहने आया हूं. പ്രധാനമന്ത്രിയുടെ ഈ പരാമർശമാണ് ഇന്ന് പ്രതിപക്ഷം ഏറ്റുപിടിച്ചിരിക്കുന്നത്. രാജ്യമെങ്ങും അത് ന്യൂനപക്ഷ വിരുദ്ധമായ പല പ്രസ്താവനകൾക്കും വഴിതെളിക്കുന്നു എന്ന രീതിയിൽ പ്രചരണം നടക്കുന്നു. കേരളത്തിലും പല നേതാക്കളും പത്രസമ്മേളനങ്ങൾ നടത്തി ഇത് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. മാധ്യമങ്ങൾ അദ്ദേഹത്തിനെതിരായ പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? ആർ.പി., ഈ വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുതയായി താങ്കൾ വിലയിരുത്തുന്നത്? സിജു, തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ പ്രചരണത്തിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സമയമാണ്. അതുകൊണ്ട് പ്രസ്ഥാനങ്ങൾ ഏത് വന്നു കഴിഞ്ഞാലും അത് വിവാദമാക്കാനും അത് മറ്റുള്ളവർക്ക് ഒരു തിരിച്ചടിയാക്കാനുള്ള ശ്രമമൊക്കെ നടക്കും. ഇന്ന് പ്രധാനമന്ത്രി നടത്തിയ ആ ഒരു പ്രസ്താവന, രാജ്യത്തെ വിഭവങ്ങളുടെ കാര്യത്തിലും നേരത്തെ മൻമോഹൻ സിംഗ് നടത്തിയ ഒരു പ്രസ്താവനയുടെ പശ്ചാത്തലമാണ് അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങളിലേക്കോ അതിൻ്റെ ചർച്ചയിലേക്കും വരുന്നതിന് മുമ്പ് ഡിസംബറിൽ 2006 ഡിസംബറിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അത് നമുക്കൊന്ന് ആദ്യം കേൾക്കണം. കാരണം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബാക്കി കാര്യങ്ങൾ പറയേണ്ടത്. അതൊന്ന് കേട്ടു നോക്കാം. We need to be revitalized. We will have to devise innovative plans to ensure that minorities, particularly the Muslim minority, are empowered to share equitably in the fruits of development. They must have the first claim on our resources. സിജു, ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആ പ്രസംഗത്തിൽ വളരെ കൃത്യമായിട്ട് അന്നത്തെ പ്രധാനമന്ത്രി പറയുന്നത് രാജ്യത്തെ വിഭവങ്ങളുടെ മേൽ ആർക്കാണ് അവകാശമുള്ളത്, അല്ലെങ്കിൽ ആർക്കാണ് കൂടുതൽ അവകാശമുള്ളത് എന്നാണ് പറയുന്നത്. അത് അന്ന് തന്നെ വിവാദമായതാണ്, വളരെ ചർച്ച ചെയ്തപ്പെട്ട. ഇത് ആദ്യമല്ല ഇത് ഉന്നയിക്കുന്നത്. വളരെ വർഗീയമായ പരാമർശമാണ്. ഞാനത് അതിലേക്ക് വരാം. ആ പ്രസംഗം അങ്ങനെ നിൽക്കുകയാണ്. ആ പ്രസംഗത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ അത് വെള്ളപൂശാനൊക്കെ ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്, മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇവരെല്ലാം പറയുന്നത് അവശ്യ വിഭാഗങ്ങളെയും OBC, SC, ST വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, ഇവങ്ങനെ എല്ലാ അവശ്യ വിഭാഗങ്ങളെയും കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ്. പക്ഷേ ആ പ്രസ്താവന നിങ്ങൾ ഒന്നുകൂടി ഒന്ന് കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. അവശ്യ വിഭാഗങ്ങളെക്കുറിച്ച് അദ്ദേഹം ആ പ്രസ്താവനയുടെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. അവർക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്, അതിന് ചില ഘടകങ്ങൾ ആവശ്യമാണ്, കോമ്പഡൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാമത്തെ ഭാഗത്ത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത് എടുത്തു പറയാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, അവരെ ശാക്തീകരിക്കാൻ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിന് ചില നടപടികൾ എടുക്കണം, പദ്ധതികൾ കൊണ്ടുവരണം. കാരണം അവർക്കാണ് ഈ രാജ്യത്തെ വിഭവങ്ങളിലെ ആദ്യാവകാശം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അല്ലാതെ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും
SC ST OBC ഒന്നുമല്ല. അത് ആദ്യ ഭാഗത്ത് അദ്ദേഹം പറഞ്ഞാണ്. രണ്ടാം ഭാഗത്ത് അദ്ദേഹം ന്യൂനപക്ഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ന്യൂനപക്ഷങ്ങളിൽ തന്നെ പ്രത്യേകിച്ചും എസ്പെഷ്യലി മുസ്ലിംസ് എന്നാണ് പറയുന്നത്. എൻ്റെ ചോദ്യം സിജു, ഇതിനകത്ത് ഈ എസ്പെഷ്യലി മുസ്ലിംസ് എവിടുന്ന് വന്നു? ന്യൂനപക്ഷങ്ങളെന്ന് പറയുന്നത് തന്നെ അവശ്യ വിഭാഗങ്ങളാണ്, സംഖ്യയിൽ കുറഞ്ഞ ആൾക്കാരാണ്. അവർക്ക് സമൂഹത്തിൻ്റെ താങ്ങും തണലും വേണം എന്നുള്ളത് ഒരു സെക്യുലർ രാജ്യത്ത് ചെയ്തു കൊടുക്കുന്ന കാര്യമാണ്, ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അതിൽ ഈ ന്യൂനപക്ഷങ്ങളിൽ തന്നെ ഈ വേർതിരിവ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇത് നമ്മൾ ഈ പാർലമെന്റിൽ നടത്തിയ ഈ പ്രസ്താവനയെ നമ്മൾ ഒറ്റപ്പെട്ട ഒരു നിലപാടായി കാണുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യാഖ്യാനത്തിലേക്ക് വരുന്നത്. ഒറ്റപ്പെട്ട നിലപാടല്ല, ഒറ്റപ്പെട്ടതല്ല, ഇത് പിന്നീട് ഇത് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധിയും അത് ആവർത്തിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇന്ന് പ്രധാനമന്ത്രി ഇത് ഏറ്റെടുത്ത് പറയാൻ കാരണം ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലും ഇതേ മാനസിക ഭാവമാണ്, ഇതേ മനോഭാവമാണ്. എൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ്, വളരെ സിമ്പിളാണ്. ന്യൂനപക്ഷങ്ങളുടെ കാര്യം പറയുമ്പോൾ എസ്പെഷ്യലി മുസ്ലിംസ് എവിടുന്ന് വന്നു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംസ് ന്യൂനപക്ഷം പോലും അല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അവർ രണ്ടാമത്തെ വലിയ ഭൂരിപക്ഷമാണ് ഈ രാജ്യത്ത്. ഹിന്ദുക്കൾ കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ ഭൂരിപക്ഷം. കാരണം ഈ 16%, 14% രാജ്യത്ത് ആകമാനം, 14, 16, ചിലർ 20 എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒട്ടും ചെറുതല്ലാത്ത ഒരു സംഖ്യയിൽ ഉള്ള ഒരു ജനവിഭാഗമാണവർ. യഥാർത്ഥത്തിൽ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ആയിരങ്ങൾ മാത്രം അവശേഷിക്കുന്ന പാഴ്സികൾ, അല്ലെങ്കിൽ 2% ക്രിസ്ത്യാനികൾ, അതിലും കുറവുള്ള ബൗദ്ധർ, ജൈനർ, ഇവരൊക്കെയല്ലേ നമ്മുടെ വിഷയം വേറെയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നേ, ഇവരെല്ലാം ന്യൂനപക്ഷങ്ങളല്ലേ? അവർക്കല്ലേ 2011 കണക്കിനനുസരിച്ചാണ് ഇതിലൊരു. അതെ, ഞാനിത് ഇവരുടെയൊക്കെ കണക്ക് പറയാൻ കാരണം ഇതിലെ എസ്പെഷ്യലി മുസ്ലിംസ് എവിടുന്ന് വന്നു എന്നുള്ളതാണ്. അപ്പം ന്യൂനപക്ഷങ്ങളെ പോലും ഒറ്റക്കെട്ടായിട്ടല്ല കാണുന്നത്, അതിൽ അത് വെറും പ്രീണനമാണ്. അതാണ് വർഗീയ പ്രീണനം, അല്ലാതെ ഇന്ന് മോദി പറഞ്ഞല്ല. അത് എടുത്തു പറയുമ്പോൾ അതിന് വർഗീയത ഛായ നൽകുന്നു, അതിന്റെ ഫ്ലേവർ മാറുന്നു, പറഞ്ഞയാൾ കുറ്റക്കാരനായി മാറുന്നു. എന്തിനാണ് ഇങ്ങനെ മുസ്ലിങ്ങളുടെ കാര്യം പറയുമ്പോൾ അതിനൊരു വോട്ട് ബാങ്ക് ആക്കി മാറ്റുകയാണ്, വോട്ടിന്റെ കളിയാണ് എന്നങ്ങ് സമ്മതിച്ചുകൂടെ? അതെ, അത് സമ്മതിക്കുന്നതിന് പകരം അതിനൊരു വലിയ മതേതരത്വത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഒക്കെ പരിവേഷം കൊടുക്കുകയാണ്. ഒരു പ്രധാനമന്ത്രി, ഇപ്പം മോദിയാണ് ഇങ്ങനെ പറയുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയാണ് ഈ രാജ്യത്തെ വിഭവങ്ങളിലെ ആദ്യ അവകാശം ഇവിടുത്തെ SC ST OBC ഉൾപ്പെടുന്ന ഹിന്ദു ജനവിഭാഗത്തിനാണ്. കാരണം അവരാണ് ഇവിടുത്തെ ഭൂരിപക്ഷം. അവർ കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് മതി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് പുകിലായിരിക്കും. ഈ പ്രസ്താവന തിരിച്ചൊന്ന് ആലോചിച്ചാൽ മതി. ഈ പ്രസ്താവനയെ മൻമോഹൻ സിംഗ് 2006 പറഞ്ഞത്. അല്ല, മൻമോഹൻ സിംഗിന്റെ പ്രസ്താവന തിരിച്ചൊന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ലോജിക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. ഒരു പ്രധാനമന്ത്രിയും ഇങ്ങനെ പറയാൻ പാടില്ല. അത് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് എസ്പെഷ്യലി മുസ്ലിംസിനാണ് ആദ്യ. അങ്ങനെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനാ തത്വത്തിന് തന്നെ എതിരാണ്. അദ്ദേഹം എല്ലാവരെയും സമഭാവനയോടെ കാണണം, അവശ്യ വിഭാഗങ്ങളെ കൈപിടിച്ചുയർത്താൻ സർക്കാർ പദ്ധതികൾ വേണം, അക്കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ രാജ്യത്തെ വിഭവങ്ങളുടെ ആദ്യ അവകാശം ഒരു പ്രത്യേക കൂട്ടർക്കാണ് എന്ന് ഏത് പ്രധാനമന്ത്രി പറഞ്ഞാലും അത് ഭരണഘടനാ വിരുദ്ധമാണ്, തെറ്റാണ്. തീർച്ചയായും അതുതന്നെയാണ് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പറയുന്നത്. അത് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ പരാമർശിക്കപ്പെട്ടതുകൊണ്ടാണ് അത് എടുത്തു പറയേണ്ടി വന്നത്. കോൺഗ്രസിന്റെ ആ മാനിഫെസ്റ്റോ സിജു നോക്കിയിരുന്നു. അതിന്റെ 8ാം പേജിലാണ് ഈ വിവാദമായിട്ടുള്ള പ്രൊവിഷൻ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്, വാഗ്ദാനം നൽകുന്നത്. അത് നൽകുന്നത് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ വിഭവങ്ങളെ കുറിച്ചുള്ള ഒരു റീഡിസ്ട്രിബ്യൂഷൻ സർവേ നടത്തും എന്നുള്ളതാണ്. കോൺഗ്രസ് നടത്തും, അതിനനുസരിച്ച് ജനസംഖ്യ ആനുപാതികമായി വിഭവങ്ങൾ വീതം വെക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇത് എങ്ങനെയാണ് നടത്തുക, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ്? അതുകൊണ്ടാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു അപകടം പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. നിങ്ങളുടെ സ്വത്ത് പിടിച്ചെടുത്ത് നുഴഞ്ഞുകയറ്റക്കാർക്കും രാജ്യത്ത് അനധികൃതമായി എത്തിയവർക്കും അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളുള്ളവർക്കും വിതരണം ചെയ്യാനാണോ എന്നുള്ളൊരു സംശയം, ഒരു ആശങ്ക അവിടെ പ്രകടിപ്പിക്കപ്പെടുന്നത് അങ്ങനെയാണ്. എനിക്ക് വേറൊരു അത്ഭുതം തോന്നിയത്, നുഴഞ്ഞുകയറ്റക്കാരെന്ന് പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് മുസ്ലിങ്ങളെയാണ് പറയുന്നതെന്ന് എന്തുകൊണ്ടാണ്? ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ഈ രാജ്യത്തെ മുസ്ലിങ്ങളും ന്യൂനപക്ഷം ഈ നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള മനുഷ്യരും തമ്മിൽ എങ്ങനെയാണ് ഒരു താരതമ്യം അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുതൽ കുട്ടികളുള്ളതും
നുഴഞ്ഞുകയറ്റക്കാരും മുസ്ലിങ്ങളാണെന്ന് എങ്ങനെയാണ് ഇവർ ചിത്രീകരിക്കുന്നത്? സത്യത്തെ അപമാനിക്കുകയാണ്. അത് ആ കമ്മ്യൂണിറ്റി മനസ്സിലാക്കേണ്ടതല്ല, അല്ലെങ്കിൽ ആ വിഭാഗം മനസ്സിലാക്കേണ്ടതാണ് എത്ര അപകടകരമാണ്. നുഴഞ്ഞുകയറ്റം ഈ രാജ്യത്തൊരു യാഥാർത്ഥ്യമായിരുന്നു. അദ്ദേഹം അതിലൂടെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഒരു രാജ്യത്തെ പൗരന്മാരായിരിക്കുമ്പോൾ തീർച്ചയായും അത് ഓഡിറ്റ് ചെയ്യപ്പെടണം. ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്? അവർക്കാണ്, ഈ പൗരന്മാരായിരിക്കുന്നവർക്കാണ് രാജ്യത്തിന്റെ വിഭവങ്ങൾ പങ്കിടാനുള്ള അവകാശം. തീർച്ചയായിട്ടും അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ പങ്കിടലിന് ഒരു പുതിയ പദ്ധതി എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും ആശങ്ക ഉയർത്തുന്ന ഒരു വാഗ്ദാനമാണ് കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ കൊടുക്കുന്നത്. എന്താണ് ആ പദ്ധതി? എങ്ങനെയാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളെ നിശ്ചയിക്കുക? എന്തായിരിക്കും മാനദണ്ഡം? ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. മുഴുവൻ വിഭവങ്ങൾ ഈ കോൺഗ്രസിന്റെ പത്രികയിൽ തന്നെ അത് പുറത്തു വന്നപ്പോൾ തന്നെ ഉയർന്ന വിമർശനം എന്ന് പറയുന്നത് ഇത് മുസ്ലിം ലീഗിന്റെ 1936 പത്രിക പോലെ ഇരിക്കുന്നല്ലോ, അല്ലെങ്കിൽ അവരുടെ മുദ്രാവാക്യങ്ങളാണല്ലോ ഇതിനകത്ത് കോട്ട് ചെയ്തിരിക്കുന്നുള്ളതായിരുന്നു. തീർച്ചയായും അങ്ങനെയുള്ള പ്രൊവിഷൻസ് ഇതിനകത്ത് വന്നിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് നടപ്പാക്കുന്നതിനെ കുറിച്ച് സൈലന്റ് ആവുകയും ചില വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുകയാണ്. കാരണം ഇത് എപ്പോഴെങ്കിലും ഇവർ അധികാരത്തിൽ എത്തുമോ എന്നുള്ളൊരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അങ്ങനത്തെ എയറിൽ നിൽക്കുന്ന വാഗ്ദാനങ്ങൾ നൽകുന്നത്. അധികാരത്തിൽ ഇരുന്ന ഒരു പാർട്ടിയാണ്, അല്ലാതെ ഒരിക്കലും അധികാരം ഇല്ലാതിരുന്ന പാർട്ടിയല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അത് ഗൗരവമായി എടുക്കേണ്ട പോയിന്റ് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പം മോദിയുടെ ആ പ്രസ്താവനയോടുകൂടി ഫോക്കസ് അതിലേക്കായിട്ടുണ്ട്. മിക്കവരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, എന്താണ് ആ പ്രൊവിഷൻ നൽകുന്ന അപകടം എന്താണെന്ന് തിരിച്ചറിയുന്നു. അവിടേക്ക് വരുന്നുണ്ട്. ഈ നമ്മൾ കാണേണ്ട രാഹുൽ ഗാന്ധിയുടെ ഒരു മനോഭാവം ഇതിനകത്ത് പ്രസക്തമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻകുലാബ് എന്ന് പറയുന്ന ഒരു ഉറുദു മാഗസിനാന്ന് തോന്നുന്നു അദ്ദേഹം നൽകിയത്, കോൺഗ്രസ് പാർട്ടി മുസ്ലിങ്ങളുടേതാണ് എന്നുള്ള രീതിയിൽ ഒരു കമന്റ് അദ്ദേഹത്തിന്റെ വന്നിരുന്നു. അതും ഈ മൻമോഹൻ സിംഗിന്റെ പ്രസ്താവന പോലെ തന്നെ വിവാദത്തിലായിരുന്നാണ്. ഇതിനൊക്കെ പിന്നീട് ക്ലാരിഫിക്കേഷൻ കൊടുക്കുമെങ്കിൽ അവരുടെ ഫസ്റ്റ് ഹാൻഡ് വരുന്ന അഭിപ്രായം ഇങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നില്ല എവിടെങ്കിലും മോദി അങ്ങനെ ഒരു ജാതി മതം വെച്ചിട്ട്, അതായത് ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ എവിടെങ്കിലും പറഞ്ഞായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം ഈ ഒരു വിവാദം കഴിഞ്ഞപ്പോൾ അലിഗഡിൽ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൃത്യമായി അദ്ദേഹം ക്ഷേമ പദ്ധതികളുടെ കാര്യവും മുസ്ലിം ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നു. തീർച്ചയായും നമ്മൾ ഈ കേരളത്തിന്റെ പശ്ചാത്തലത്തിലൂടെ ഇത് നമ്മൾ വിശദീകരിക്കേണ്ടതാണെന്ന് തോന്നുന്നു. കാരണം ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ഇവിടെ എങ്ങനെയാണ് വിതരണം ചെയ്തിരുന്നത്? ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ അത് ഒരു കമ്മ്യൂണിറ്റി മാത്രമാണോ? അവർക്ക് മാത്രമുള്ള അതാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം. അവർക്ക് മാത്രമുള്ളതല്ല, ആ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും ആ ജനസംഖ്യ ആനുപാതികമായി തന്നെ അവർക്ക് കിട്ടേണ്ടതാണ്. അവർക്ക് ഇപ്പോൾ ഈ പറയുന്ന വിഭവങ്ങളുടെ സമാഹരണം അല്ലെങ്കിൽ അതിന്റെ ഡിവിഷൻ എന്ന് പറയുന്നത് ഇവർക്ക് എത്രമാത്രം ലഭിക്കുന്നുണ്ട്? കേരളത്തിലെ രണ്ട് മുന്നണികളും ക്രിസ്ത്യാനികളെ അവഗണിക്കുകയാണ് എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിലാണ്. മുസ്ലിങ്ങളെ പ്രീണനത്തിന്റെ മയങ്ങി വേറൊരു വിഭാഗത്തെ പ്രബലമായിട്ടുള്ള മറ്റൊരു വിഭാഗത്തെ മറക്കുക കൂടി ചെയ്യുന്നുണ്ട് ഇവര്. അതാണ് BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റും വയനാട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഒപ്പോണന്റ് ആയിരിക്കുന്ന K. സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞത് അങ്ങനെയാണ്. ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളെ ഇവർ മറക്കുകയാണ് എന്നുള്ളതാണ്. അത് ലവ് ജിഹാദിൽ നമ്മൾ കണ്ടു. വളരെ ഓപ്പൺ ആയിട്ടുള്ള ചില പ്രസ്താവനകളൊക്കെ ഇതിലാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും എന്തായാലും ചർച്ചകൾ തുടരട്ടെ. കൃത്യമായ ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവന സഹായകമായിട്ടുണ്ട്. കാരണം ആ ഒരു പ്രസ്താവന കൊണ്ട് ഉദ്ദേശിച്ച കാര്യം നടക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം രാജ്യത്തെ വിഭവങ്ങളുടെ മേലുള്ള ജനങ്ങളുടെ തുല്യാവകാശമൊക്കെ ഭരണഘടനാ തത്വത്തിൻ്റെ ഭാഗമാണ്. അതൊരു പ്രത്യേക വിഭാഗത്തിന്, അത് ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും അങ്ങനെ വീതിച്ചു കൊടുക്കുകയോ അത്തരത്തിലൊരു ചർച്ച പോലും ഉണ്ടാകുന്നത് രാജ്യത്തെ ജനാധിപത്യത്തിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണഘടന നൽകുന്ന അടിസ്ഥാന തത്വങ്ങൾക്കോ നീതീകരിക്കാനാകുന്നതല്ല, അതിനോട് അനുസൃതവുമല്ല. തീർച്ചയായിട്ടും ഒരു കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലെ ഒരു വലിയ ഫോൾട്ട് അല്ലെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന ഒരു പ്രത്യേക വാഗ്ദാനത്തിലേക്കാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഈ ഒരു വിവാദത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ ചർച്ചയും വിവാദവും ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രസക്തമായ മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം. നമസ്കാരം.